കൊച്ചിയിൽ ആൺസുഹൃത്തിനെ മർദ്ദിച്ച് കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന കേസിൽ മൂന്നാം പ്രതി സഞ്ജയും പിടിയിൽ. മറ്റൊരു പ്രതി ഡാനിഷിനെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് ഇയാൾക്കെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. പ്രതികളിൽ ഒരാളായ തിരുവനന്തപുരം സ്വദേശി ഡാനിഷിനെ പോലീസ് ഓടിച്ചിട്ടാണ് പിടികൂടിയത്. പോലീസിനെ ആക്രമിച്ചോടി പ്രതി KSRTC സ്റ്റാൻഡിന് സമീപമുള്ള തോട്ടിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് സാഹസികമായി ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പോലീസിനെ ആക്രമിച്ചതിന് ഡാനിഷിനെതിരെ മറ്റൊരു കേസും സെൻട്രൽ പോലീസ് എടുത്തു. യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിലെ മറ്റൊരു പ്രതി കൊല്ലം സ്വദേശി രാഹുലും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. അതിനിടെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കേസിലെ മൂന്നാം പ്രതി സഞ്ജയിനെ എറണാകുളം സൗത്ത് പാലത്തിന് സമീപത്തു നിന്നും പോലീസ് പിടികൂടി. അവിടെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഇയാൾ കഴിയുകയായിരുന്നു. കഴിഞ്ഞ 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പരാതിക്കാരിയും ആൺസുഹൃത്തും രാത്രി 9 മണിയോടെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കെട്ടിടത്തിന് സമീപം എത്തിയത്. മഴ മുറുകിയതോടെ കെട്ടിടത്തിനകത്തേക്ക് കയറി നിൽക്കുകയായിരുന്നു. ഈ സമയം അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പ്രതികൾ ആൺസുഹൃത്തിനെ മർദ്ദിച്ച് കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം യുവതിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെ പ്രതികളിലൊരാളുടെ കയ്യിൽ കടിച്ച് യുവതി കുതറിയോടി അവിടെ നിന്നും രക്ഷപ്പെട്ടു. തുടർന്നാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. കേസെടുത്ത് തെളിവുകൾ ശേഖരിച്ച ശേഷം പോലീസ് പ്രതികളിലേക്ക് എത്തുകയായിരുന്നു. അറസ്റ്റിലായവർക്കെതിരെ മുൻപും നിരവധി കേസുകളുണ്ട്. യശ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.